ഹായ് ഫ്രണ്ട്സ്, ഭക്ഷക് 2024 ഫെബ്രുവരി 9 നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് റിലീസ് ചെയ്ത ഒരു ബോളിവുഡ് സോഷ്യൽ ഡ്രാമയാണ് ഭക്ഷക്. ഭൂമി പട്നേക്കർ, സഞ്ജയ് മിശ്ര തുടങ്ങിയവരാണ് ലീഡ് റോളിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രൊഡക്ഷൻ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ആണ്. ഷാരൂഖ്, ഗൗരി ഖാൻ ടീമിന്റെ റെഡ് ചില്ലീസ്. ഈ ഭക്ഷക് എന്നുള്ള സിനിമ റിയൽ ലൈഫ് ഇവന്റ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണെന്നാണ് ഇതിന്റെ അണിയറക്കാർ പറഞ്ഞിരിക്കുന്നത്. 2017 18 ആണ് തോന്നുന്നു ടിസ് അഥവാ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഒരു സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നു. ബീഹാറിലെ പാറ്റ്നക്കടുത്ത് മുസാഫർപൂർ എന്നുള്ളൊരു ടൗണിൽ ഒരു ശിശുമന്ദിരത്തിൽ മൈനേഴ്സ് ആയുള്ള പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. ആര്? ഈ ശിശുമന്ദിരം നടത്തുന്നവർ തന്നെ. ടിസിന്റെ ഈ റിപ്പോർട്ട് ബീഹാർ ഗവൺമെന്റിന് കൊടുത്തത് കൂടി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ഒരു 2 മാസത്തേക്ക് ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള ലോക്കലായുള്ള ജേർണലിസ്റ്റുകൾ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ആ ഒരു സംഭവമാണ് റിയൽ സ്റ്റോറി. പക്ഷെ സിനിമയിലെത്തുമ്പോൾ റിയൽ ലൈഫ് ബേസ് ചെയ്തു എന്ന് പറയുന്നത് കൂടി കുറച്ച് സിനിമാറ്റിക് ലിബർട്ടി അവരെടുത്തിട്ട് കറക്റ്റ് നടന്ന സംഭവങ്ങൾ കാണിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇത് വായിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ്. ഇവിടെ ടിസ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് പകരം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സിനിമയിൽ ഈ ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. ജേർണലിസ്റ്റായിട്ട് ഭൂമി പട്നേക്കർ, വൈശാലി സിംഗ് എന്നുള്ളൊരു കഥാപാത്രം എത്തുന്നു. അവരുടെ ക്യാമറാമാനായിട്ട് സഞ്ജയ് മിശ്ര എത്തുന്നു. പടത്തിൻ്റെ ഏറ്റവും മികച്ച വശം ഇതിലെ ജേർണലിസ്റ്റായി എത്തിയ ഭൂമി പട്നേക്കറുടെ പെർഫോമൻസ് ആണ്. അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വാർത്ത വായിക്കുമ്പോൾ അത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള ഹിന്ദിയിൽ നമുക്ക് സബ് ടൈറ്റിൽ നോക്കേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്ത് പോലും കൺഫ്യൂഷൻ ഇല്ല. നമ്മളിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലും മനോരമ ന്യൂസിലും ചർച്ച ചെയ്യുമ്പോൾ കാണിക്കുന്ന ആ ഗോഷ്ഠികളൊന്നുമല്ല. ദൂരദർശനിലൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത്, കയ്യും ഒന്നും അനക്കാണ്ട് അങ്ങനെ നിന്നുള്ള ആ ഒരു പ്രോപ്പർ വാർത്ത വായന. ഈ സിനിമയിൽ ഭൂമി പട്നേക്കറുടെ ചാനലിൻ്റെ പേര് കോഷിഷ് ന്യൂസ് എന്നാണ്. കോഷിഷ് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ശ്രമം. ചൈൽഡ് അബ്യൂസ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഭൂമി നടത്തുന്ന ശ്രമം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ചാനലിൻ്റെ ടൈറ്റിലിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. കൂടാതെ സിനിമയുടെ ടൈറ്റിൽ ഭക്ഷക് എന്ന് വെച്ചാൽ പ്രഡേറ്റർ, വേട്ടക്കാരൻ, ശിശുമന്ദിരം നടത്തുന്നവർ, അവരാണ് വേട്ടക്കാർ. കൂടാതെ ഈ കോഷിഷ് ന്യൂസിൽ ഭൂമി ചെയ്യുന്ന പ്രോഗ്രാം, ഈ ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് നടത്തുന്ന പ്രോഗ്രാം, അതിൻ്റെ പേര് ഭക്ഷക് എന്നാണ്. ആ ഒരു ശ്രമത്തിൽ അവർ നേരിടുന്ന സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ പല സിനിമകളിലും കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇതിൽ പൊളിറ്റീഷ്യന്മാരുടെ പ്രഷർ, പോലീസുകാർ FIR ഫയൽ ചെയ്യൂല, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് വേയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ സാധാരണ മാസ സിനിമകളിൽ കാണുന്ന പോലെ ഭയങ്കരമായ BGM ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഓഫ് ബീറ്റ് പടമല്ല. ചില സ്ഥലത്തൊക്കെ സൈലൻസ് ആണുള്ളത്. അത്യാവശ്യം സ്ലോ നരേറ്റീവാണ്. പക്ഷെ അതൊന്നും സിനിമയെ അങ്ങനെ പിറകിലോട്ട് വലിക്കുന്നൊന്നുമില്ല. ഭൂമിയെ കൂടാതെ സഞ്ജയ് മിശ്ര, അദ്ദേഹം പ്രോപ്പർ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്. നാടകത്തിൽ നിന്നൊക്കെ വന്ന നടൻ, ഗംഭീര പെർഫോമൻസ്. അധികം സ്പേസ് ഒന്നും ഇല്ല, എന്നാൽ കൂടി ഉള്ള സീനുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഭൂമിയെ സഹായിക്കുന്ന കുറച്ച് ടിപ്സൊക്കെ കൊടുക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ അദ്ദേഹം നല്ലൊരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് സീരീസിൽ. പിന്നെ ഇതിലെ വില്ലൻ വേഷം ചെയ്തവരൊക്കെ പ്രോപ്പറായിട്ടുള്ള നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ആരെയും കുറ്റം പറയാനൊന്നുമില്ല. കാസ്റ്റൊക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ്. ഈ പടം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം മുമ്പ് പറഞ്ഞത്, ഒന്ന് ഭൂമിയുടെ പവർഫുൾ പെർഫോമൻസ്, പിന്നെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം ചൈൽഡ് അബ്യൂസ് എന്നുള്ള ആ ഒരു വിഷയം ഇത് റിയൽ ലൈഫിൽ നടന്നതാണെന്ന് കൂടി കേൾക്കുമ്പോൾ അതിലൊരു ജിജ്ഞാസയുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉദ്വേഗം നിലനിർത്തി കൊണ്ടുപോകുന്ന സിനിമയൊന്നും അല്ലെങ്കിൽ കൂടി ഒരു സോഷ്യൽ ഡ്രാമ എന്നുള്ള നിലക്ക് പടം അത് കൺവേ ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5.